ഒന്നോ രണ്ടോ മാസത്തിനിടയ്ക്ക് നിരന്തരമായിട്ട് സർക്കാർ പൗരന്റെ സ്വകാര്യത മുഴുവൻ ചോർത്താനുള്ള പരിപാടികളുമായി രംഗത്ത് വരുന്ന കാണുകയാണ്. സഞ്ചാർ സാധ്യത കൊണ്ടുവന്നു, വലിയ വിമർശനം ഉണ്ടാവുന്നത് മാത്രമല്ല, അതിൻ്റെ പ്രാഥമികമായ യുക്തി പോലും ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടത്തിൽ സർക്കാർ ഇത് പിൻവലിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായ ആ പ്രോജക്റ്റിൽ നിന്നും സർക്കാർ പിന്മാറിയിട്ടില്ല എന്നത് മനസ്സിലായതായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവരം പുറത്തു വന്നു. അതായത് എല്ലാ ഫോണുകളും ഇൻബിൽട്ടായിട്ട് അതിൻ്റെ ലൊക്കേഷൻ ഓണായിരിക്കണം എന്ന് പറഞ്ഞ് സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്തത്. എന്ന് വെച്ചാൽ ഇവിടെ ഓരോ ഫോണും എവിടെയാണ് എന്നറിയാൻ കഴിയുന്ന, സർക്കാരിന് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഫോൺ ഉണ്ടാക്കേണ്ടത് എന്ന് മാത്രമല്ല, സർക്കാർ നിർദ്ദേശിക്കുന്ന സംഗതികൾ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനോ കഴിയാത്ത വിധമായിരിക്കണം ഫോണിൽ ഉണ്ടാക്കേണ്ടതെന്ന് നിർദ്ദേശം കൊടുത്ത് വിവരം പുറത്തുനിന്നില്ല. അത് നമ്മളോട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സഞ്ചാർ സാധ്യത വരുന്നു, ലൊക്കേഷൻ നിർബന്ധമാക്കുന്നു, ഇപ്പോൾ ഏറ്റവും അവസാനം സോഴ്സ് കോഡ് ചോദിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിപാടി എന്താണെന്ന് മനസ്സിലായി. ഗവൺമെൻറ്റിന് ചോർത്തിയേ മതിയാവും തീരുമാനിച്ചിട്ടുണ്ട്. പൗരൻ്റെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിക്കണം, പൗരൻ്റെ സ്വകാര്യത വലിയൊരു സംഗതിയാണ് എന്ന് വിചാരിക്കുന്ന സർക്കാരാണോ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ? 10,000-3000 ആൾക്കാരുടെ ഫോണിലേക്ക് പെഗാസസ് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ മുഴുവൻ ചോർത്തിയെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പണിയെടുത്ത് ഗവൺമെൻറ് എന്ന ആക്ഷേപം നേരിടുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് എവിടെയാണ് സ്വകാര്യതയോടുള്ള വലിയ തോതിലുള്ള പ്രതിപത്തി? ആധാർ എന്ന് പറഞ്ഞ ഏർപ്പാട്, ആധാറിലാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ ലീക്കാവുന്നത്. എവിടെ വേണമെങ്കിലും ചീപ്പായിട്ട് ആധാർ ഡേറ്റ കിട്ടാനുണ്ടെന്നതിൻ്റെ വിവരങ്ങൾ എവിടെയെല്ലാം പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നു. ഈ സർക്കാരിന് ഈ ആധാറിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളല്ലേ ഇവർ. അപ്പോൾ ഇവർക്കങ്ങനെ പൗരൻ്റെ സ്വകാര്യത ഒരു ഘട്ടത്തിലും ഒരു വിഷയമേ അല്ല. ഇവർ സ്വകാര്യതയെക്കുറിച്ച് എപ്പോഴൊക്കെ സംസാരിക്കുന്നുണ്ടോ അതിനെല്ലാം പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഇവർ സ്വകാര്യത വലിയ പ്രശ്നമാണ്, ഡാറ്റ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് ടിക്ടോക്ക് നിരോധിച്ചത്. ടിക്ടോക്ക് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്തായിരുന്നു, സോഷ്യൽ മീഡിയ ആപ്പായിരുന്നു. അതവർ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയാർക്കാ? അതിന് തൊട്ടു പിന്നെയാണ് ഇൻസ്റ്റ റീൽസ് വന്നത്. ഇൻസ്റ്റഗ്രാമാണ് നേട്ടം ഉണ്ടാക്കി. ആരെ ഇൻസ്റ്റഗ്രാം? മെറ്റയ്ക്കാണ് ഒരു നേട്ടം മുഴുവൻ ഉണ്ടായത്. മെറ്റയുടെ കാര്യം ആലോചിച്ച് നോക്കണം. മെറ്റ ഇന്ത്യയിലെ BJPയുടെ തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ വെറുപ്പ് പ്രത്യയശാസ്ത്രത്തിനും ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡും നോക്കാതെ അരു നിന്ന് കൊടുക്കുന്നു എന്ന ആക്ഷേപം നേരിടുന്ന, BJPക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം ഇവിടുത്തെ ഓഫീസേഴ്സായി നിയമിക്കുന്ന ഒരു സംവിധാനമാണ് മെറ്റ എന്ന കാര്യം ഓർക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സഹായ സമിതിയായിട്ട് അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ടിക്ടോക്കിനെ നിരോധിച്ചപ്പോൾ കോടാനുകോടികളുടെ ലാഭം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയ കമ്പനിയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മെറ്റ. ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാം റീൽ പിന്നെ പോപ്പുലറായി. അതുപോലുള്ള പ്ലാറ്റ്ഫോം പിന്നെ വേറെ അവൈലബിൾ അല്ല. അതിന് മുമ്പ് ടിക്ടോക്ക് ആയിരുന്നു. ടിക്ടോക്കിൽ എത്രയോ താരങ്ങളുണ്ടായിരുന്നു, നമുക്കറിയുന്നില്ല. എത്രയും ഏറ്റവും താഴെത്തട്ടുള്ള ആളുകൾ വരെയും ഒരു ആഘോഷിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതിനെ എടുത്തു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞത് സുരക്ഷാ പ്രശ്നം ഉണ്ടെന്നാണ്. അങ്ങനെ സുരക്ഷാ പ്രശ്നം നോക്കിയിട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചൈനയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദ്യം അവിടെ നിൽക്കുമ്പോഴാണ് ഈ ആപ്പുകൾ നിരോധിച്ച് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൗരൻ്റെ ഏതെങ്കിലും നിലയ്ക്കുള്ള അന്തസ്സ് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഫ്രോഡുകളെ പിടിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേണാണ്. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്, പ്രതിജ്ഞാബദ്ധമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്നും എനിക്ക് തോന്നുന്നില്ല.